ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഒരു ഈസി സ്നാക്സ് ആണ്, ഒരു 5-10 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക്. ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഡ്ഡലി മാവ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ചിലർ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്തായിരിക്കും ചിലർ മിക്സ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ പിന്നീട് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് മൈദ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് നമ്മൾ നമ്മൾ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. ഓക്കെ, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടി. അപ്പം നിങ്ങൾക്ക് ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് റവ ചേർക്കാം. റവ നിങ്ങൾ ഇതിലോട്ട് ചേർക്കുമ്പോഴേ കുറച്ച് തൈരും കൂടെ ചേർക്കണം. റവയും തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേ നല്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. റവ ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അരിപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലോട്ട് പിന്നെ തൈര് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ റവ ചേർക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു 1/4 കപ്പ് തൈരും കൂടെ ഇതിലോട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴേ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള നുറുക്കിയത്, ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളക്. ഓക്കെ, ഇത്രയും ചേർത്ത് എന്നിട്ട് ഞാനിതിലിപ്പം ഇഡ്ഡലി മാവിൽ ഞാൻ എപ്പോഴും ഉപ്പിട്ടാണ് ഞാൻ ഇഡ്ഡലി മാവ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഉപ്പേ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. ഇനി ഒരു അല്പം കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്, കാരണം നമ്മൾ മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്തില്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണ്ടത്. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കൈ കൊണ്ടെല്ലാം കൂടെ ഒന്ന് തിരുമ്മി എടുക്കണം. അപ്പം ഞാൻ ഇതിലോട്ട് വെള്ളം ചേർത്തിട്ടില്ല. ആ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാകത്തിന് വേണം ഇത് മാവ് റെഡിയാക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി മാവ് വെള്ളം ചേർക്കണമെങ്കിൽ, അതായത് ഇതിന് വെള്ളം ചേർക്കണമെങ്കിൽ ഒരു കുറച്ച് 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ അടിഭാഗം ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പറയാനായിട്ട് കാരണം, അപ്പോഴേ നന്നായിട്ട് അകമെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറമേ ഉള്ള ആ ഒരു ബ്രൗൺ കളറേ ഉണ്ടാവുള്ളൂ, അകമേ ഫ്രൈ ആയി കിട്ടില്ല. ഓക്കെ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എനിക്കിത് ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ ഉണ്ണിയപ്പ പാത്രത്തിൽ നമ്മളത് ചെയ്യും. ഓക്കെ, അപ്പം പലർക്കും അറിയാമായിരിക്കും, അറിഞ്ഞൂടാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങൾ പച്ചരിക്ക് പകരമായിട്ട് റവയാണ് ഉപയോഗിക്കണമെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ സ്നാക്സ് ചെയ്യാനായിട്ട്. എന്നാലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.